ഹലോ. അപ്പോൾ നമ്മൾ BGC 110 വിക്ടോറിയൻ പോയട്രീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ പോയമാണ് കേട്ടോ. ഇത് നമ്മൾ പറയുന്നത് ക്രിസ്റ്റീന ജോർജിയ റോസറ്റിയാണ്. അവർ ഒരു ഇമ്പോർട്ടൻ്റ് ഫീമെയിൽ പോയറ്റായിരുന്നു വിക്ടോറിയൻ ഏജിലെ. 1830 ജനിച്ച് 1894 മരിക്കുകയും അവരുടെ സ്യൂഡോനെയിം എന്ന് പറയുന്നത് എലൻ എലി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് 1859 570 ലൈൻസുള്ള വലിയൊരു പോയമാണിത്. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിൽഡ്രൻസ് പോയം പോലെ നമുക്ക് തോന്നുന്ന എൻജോയബിൾ ആയിട്ടുള്ള വർക്കാണ് ഇത്. അവരുടെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഇത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പോൾ ഷീസ് നോൺ ഡീപ്ലി ഡിവോഷണൽ ആയിട്ടുള്ള ഒരു മെലാങ്കലിക് പോയട്രിയാണിത്. ക്രിസ്റ്റീന റോസറ്റി വളരെ വിശ്വാസവും സ്നേഹവും മൊർട്ടാലിറ്റിയും ഒക്കെ തീംസായി എഴുതുന്ന ഒരാളാണ്. അവർ വളരെ ദൈവീക വിശ്വാസം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, മാത്യു അർണാൾഡിനെ പോലെ തന്നെ. ദെൻ ഗോബ്ലിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ റാഫലേറ്റ് വുമൺ പോയറ്റാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ അഡ്വഞ്ചേഴ്സാണ് ഇതിൽ പറയുന്നത്. അതായത് സിസ്റ്റേഴ്സിൻ്റെ പേര് ലോറ ആൻഡ് ലിസി എന്നാണ്. ദെയർ എൻകൗണ്ടർ, അതായത് ഗോബ്ലിൻ എന്ന് പറയുന്നത് ഗോബ്ലിൻ മർച്ചൻസിനെ ഒപ്പമുള്ള അവരുടെ ഒരു ഇൻ്ററാക്ഷനും എൻകൗണ്ടേഴ്സുമാണ് ഇതിലുള്ളത്. ഗോബ്ലിൻ മർച്ചൻസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഒരു ബെലാ ട്രഡീഷനിലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഇതിലൊരു മോറൽ ആൻഡ് സോഷ്യൽ ലെസൺ വളരെ നന്നായിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ്, ഇതൊരു ഫെമിനിസ്റ്റ് നോവലാണ് കേട്ടോ. ശരിക്കും ഫീമെയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇതിലുള്ളത് മെയിനായിട്ട്. ഗോബ്ലിൻ മെർച്ചൻസ് എന്ന് പറയുന്നത് അവരെ ഇതിൽ സിംബലൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ രണ്ട് പെൺകുട്ടികൾ ഫ്രൂട്ടും കഴിക്കാനും വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ഗോബ്ലിൻ മെർച്ചൻസ് ചെയ്യുന്നത്. അതായത് അവരെ ഹാഫ് ഹ്യൂമൻ ആൻഡ് ഹാഫ് അനിമൽസ് ആണ് അവിടെ പറയുന്നത് എന്ന രീതിയിലാണ് അവരെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അന്നത്തെ ഒരു വിക്ടോറിയൻ ഏജ് സമയത്ത് സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തിരിക്കുന്ന ആൾക്കാർ എന്ന രീതിയിലാണ് ഈ ഗോബ്ലിനെ അവർ സിംബലൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ക്രിസ്റ്റീന റോസറ്റി. അതേപോലെ ഈ ലോറയും ലിസിയും ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ലോറ ഒരു ആദം ആൻഡ് ഹവ്വയെയും ലിസി ജീസസ് ക്രൈസ്റ്റിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ആദമോ അവ്വയും തെറ്റുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലിസി അതിൽ നിന്ന് അവരെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. മറ്റവരാണെന്നെങ്കിൽ സാത്താന്മാരായിട്ടാണ് കേട്ടോ കാണുന്നത്, ഗോബ്ലിൻ മെർച്ചൻസിനെ. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ മനസ്സിലായി? ലോറ ഫ്രൂട്ട്സ് വാങ്ങി ഇവരുടെ കയ്യിൽ നിന്ന് കഴിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അതിൽ ഭയങ്കരമായിട്ട് അഡിക്ഷൻ തോന്നുകയും ഒരുപാട് ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിസിക്ക് മനസ്സിലായി ഇത് നല്ല രീതിയിലല്ല പോകുന്നത്. ലോറ അത് വാങ്ങിയത് അവളുടെ ഒരു ഗോൾഡൻ ഹെയർ പ്ലക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ലിസിയെ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഗെറ്റ് ബാക്ക് ചെയ്ത് കൊണ്ടുവരണം എന്ന രീതിയിൽ ലിസി ലോറയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഇമാജിനറി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ലോറയെ ആദം ആൻഡ് ഹവ്വയായിട്ടും ലിസിയെ ക്രൈസ്റ്റ് ആയിട്ടുമാണ് അവിടെ കാണുന്നത്. അതായത് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ ബ്ലഡും തൻ്റെ ലൈഫും ഒക്കെ കൊടുത്ത് ഈ മനുഷ്യ സമൂഹത്തെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്ത ആളാണ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ആ രീതിയിൽ ലോറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് ലിസിയെ ഇതിൽ കാണിക്കുന്നത്. രണ്ട് സിസ്റ്റേഴ്സും ആ ഗോബ്ലിൻ മാർക്കറ്റിൽ അവരിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് നന്നായി ഹാപ്പി ആയിട്ട് ജീവിക്കും. അവരുടെ ഡോട്ടേഴ്സിന് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു മിത്തായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഫ്രൂട്ട്സ് ഇവരുടെ മുന്നിൽ നിന്ന്, അതായത് ഈ ഗോബ്ലിൻ മെർച്ചൻസിൻ്റെ മുന്നിൽ നിന്ന് കഴിക്കുമ്പോൾ മാത്രം അവർക്ക് സഫറിങ്സ് വരികയും പിന്നീട് അതല്ലാതെ അത് ജ്യൂസ് ആക്കിയിട്ട് അവരുടെ മുന്നിൽ അല്ലാതെ കഴിക്കുമ്പോൾ അത് അപ്പം സംഭവിച്ചിട്ടുള്ള ആ ഒരു സഫറിങ്സും സാക്രിഫൈസും ഒക്കെ പ്യൂരിഫൈഡ് ആവുകയും ആണ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇതിലൊരു മിത്തായിട്ട് പറയുന്നത്. അപ്പോൾ പിന്നീട് ക്രിസ്റ്റീന റോസറ്റി പറഞ്ഞു വെക്കുന്നത്, വുമൺ ഈസ് ലൈക്ക് ഏഞ്ചൽസ് ഇൻ ഹൗസ്. ഇഫ് ദേ ബ്രേക്ക് ദ ടാബു ദേ ഹാവ് ടു സഫർ. ഷീ ആൾവേസ് ബി കൺഫൈൻഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ഹോം. അപ്പോൾ
നൗ ദ സൊസൈറ്റി ഈസ് ടു പൊല്യൂട്ടഡ്. അപ്പോൾ വിക്ടോറിയൻ ഏജ് ടൈം ആയപ്പോഴേക്കും മനുഷ്യരെല്ലാവർക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട് വിക്ടോറിയൻ ഏജ് പോയറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഡവർ ബീച്ചിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനുഷ്യനെല്ലാവർക്കും ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ, സയൻസിനെ എംബ്രേസ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു സൊസൈറ്റി വളരെയധികം പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീയെ ഇന്ന് ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ടും പിന്നെ അവരുടെ ആഗ്രഹങ്ങൾക്കുള്ള ഒരു ഡിസയറായിട്ട് മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് സ്ത്രീ എപ്പോഴും വീട്ടിൽ തന്നെ കൺഫൈൻഡ് ആയിട്ടിരിക്കുന്നതാണ് അവളുടെ പ്രൊട്ടക്ഷൻ നല്ലത് എന്ന രീതിയിലാണ് ഇവിടെ പിന്നെ ക്രിസ്റ്റീന റോസറ്റി കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഷീ ട്രൈസ് ടു പോർട്രൈ ദ സോഷ്യൽ, ആ സമയത്ത് സോഷ്യൽ സിനാരിയോയാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. പിന്നെ ഷീ സ്ട്രെസ്ഡ് ഇൻ ദ ഫൈനൽ സ്റ്റാൻസാസിൽ പറയുന്നത് സിസ്റ്റേഴ്സ് ദർ സ്റ്റോറി വിത്ത് ഡോട്ടേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പിന്നെ മെൻ റെപ്രസെൻറ്റേഷൻസ് അവിടെ തീരെ അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഫെമിനിസ്റ്റ് നോവലാണ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ലോറയും ലിസിയെയും അന്നത്തെ കാലഘട്ടത്തെ വേറെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോറ എപ്പോഴും എന്താണ്, ഇപ്പോൾ ആദമാൻ്റെ ഔവ എന്താ എനിക്ക് എന്താണ് ആപ്പിൾ കഴിച്ചാൽ എന്താ സംഭവിക്കുക, അപ്പോൾ എന്നിട്ട് അപ്പോൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിങ്, ലോറ ആൾവേസ് ക്വസ്റ്റ്യനിങ് ദ ഗോഡ്സ് ഫെയ്ത്ത്. അന്ന് വിക്ടോറിയൻ ഏജ് പോയട്രിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്തിരുന്നത് മനുഷ്യർ. പിന്നെ അതായത് ഡാർവിൻ്റെ എന്താണ് പരിണാമ സിദ്ധാന്തം എന്ന ബുക്ക് ഇറങ്ങിയതിന് ശേഷം മനുഷ്യർ സയൻസിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ദൈവികമായ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യം അങ്ങനെയാണ് ലോറയുടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലിസിയെ എന്താണ് ദൈവത്തിൻ്റെ ഒരു അവതാരം എന്ന രീതിയിലുമായിട്ടാണ് ലിസിയെ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊരു വിക്ടോറിയൻ ഏജ് പോയട്രിയുമായ രീതിയിൽ നമുക്കിങ്ങനെ പിന്നെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. നല്ല ഒരു മോറൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്നും നിലനിൽക്കുന്ന ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ് ആക്ച്വലി ഗോബ്ലിൻ മാർക്കറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്.